ഗിന്നസ് പക്രു എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന അജയ് കുമാറിനെ നോക്കി മലയാളികൾ പറയാറുണ്ട്, തൻ്റെ കുറവുകളെ ചവിട്ടിപ്പടിയാക്കി വിജയിച്ച് കയറാൻ ഇയാളെപ്പോലെ മറ്റാർക്കും കഴിയില്ലെന്ന്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതും അതുപോലൊരാളുടെ കഥയാണ്. പീറ്റർ ഡിംഗ്ലേജ്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന HBO ഹിറ്റ് സീരീസ് കണ്ടവർക്ക് ഒരിക്കലും പീറ്റർ ഡിംഗ്ലേജിനെ മറക്കാൻ കഴിയില്ല. സീരീസിലെ പോലെ വെസ്റ്ററോസിലെ ഏറ്റവും സമ്പന്നനും പ്രതാപിയുമായ അച്ഛൻ്റെ മകനായ ടിരിയൻ ലാനിസ്റ്ററിൻ്റേത് പോലെ ഒരു ജീവിതമായിരുന്നില്ല പീറ്റർ ഡിംഗ്ലേജിൻ്റേത്. 1969 ജൂൺ 11 ന്യൂജേഴ്സിയിലെ ഒരു ഇൻഷുറൻസ് സെയിൽസ്മാനായ കാൾ ഡിംഗ്ലേജിൻ്റെയും മ്യൂസിക് ടീച്ചറായ ഡയാന ഡിംഗ്ലേജിൻ്റെയും രണ്ടാമത്തെ മകനായി ജനനം. ജനിച്ചത് അക്കൗണ്ട്രോപ്ലാഷ്യ എന്ന ഒരു ജനിതക രോഗവുമായി. ഇതുമൂലം പീറ്ററിന് സാധാരണ വലുപ്പമുള്ള കഴുത്തും തലയുമാണെങ്കിലും കൈകാലുകൾ വളർച്ച കുറഞ്ഞ അവസ്ഥയിലായി. വയലിൻ വായനയിൽ കഴിവ് തെളിയിച്ച തൻ്റെ മൂത്ത സഹോദരൻ ജൊനാഥനാണ് തൻ്റെ ഫാമിലിയിലെ യഥാർത്ഥ പെർഫോമർ എന്നും ആ ഇൻസ്പിറേഷൻ കിട്ടിയാണ് അഭിനയത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതെന്നും പീറ്റർ ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. സാധാരണ ശാരീരികമുള്ള ആളുകൾക്ക് തന്നെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള അഭിനയ ലോകത്തേക്ക് ഈ ചെറിയ മനുഷ്യന് എത്തിപ്പെടുക ഒരു തരത്തിൽ അസാധ്യം തന്നെയായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പീറ്റർ നാടകങ്ങളെ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ പ്രേക്ഷകർ നൽകിയിരുന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു നടനാകാനുള്ള ആഗ്രഹത്തിന് വീണ്ടും ശക്തി പകർന്നു. ശേഷം ബെന്നിംഗ്ടൺ കോളേജിൽ നിന്നും ഡ്രാമ ആക്ടിംഗിൽ ബിരുദം നേടി. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിയാൻ തുടങ്ങിയത്. കോളേജിൽ നിന്നിറങ്ങിയ പീറ്ററിന് നാളെ എന്ത് എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അഭിനയത്തിൽ ബിരുദം നേടിയാൽ അവസരങ്ങൾ തേടിവരുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനായിരുന്നില്ല പീറ്റർ. എങ്കിലും എന്തു ചെയ്യണമെന്നറിയില്ല. അമേരിക്കൻ ജീവിത രീതി പ്രകാരം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ മക്കൾ സ്വയംപ്രാപ്തി നേടണം. അവർ മാതാപിതാക്കളെ വിട്ട് സ്വന്തമായി ജീവിച്ചു തുടങ്ങണം. പീറ്ററും അതുതന്നെ ചെയ്തു. നേരെ ന്യൂയോർക്കിലേക്ക് വെച്ച് പിടിച്ചു. കൂട്ടുകാരൻ ഇയാൻ ബെല്ലിൻ്റെ കൂടെ ഒരു നാടക കമ്പനി തുടങ്ങുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ആ പ്ലാൻ അധികം വൈകാതെ പൊളിഞ്ഞു. കയ്യിൽ പണമില്ല, ബാങ്ക് അക്കൗണ്ടില്ല, ഉള്ളത് കൂടി വരുന്ന കടങ്ങൾ മാത്രം. ഒരുപാട് അവസരങ്ങൾ തേടി അലഞ്ഞു. കൂട്ടുകാരുടെ ഫ്ലാറ്റുകളിലെ സോഫകളിൽ ഉറങ്ങി. അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അവിടെ നിന്ന് അടുത്ത ആളുടെ അടുത്തേക്ക്. ആദ്യം വന്ന അവസരങ്ങളെല്ലാം തൻ്റെ പൊക്കമില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന കോമഡി റോളുകളായിരുന്നു. എന്നാൽ അവ ചെയ്യാൻ പീറ്റർ മനസ്സിലായിരുന്നു. സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന റോളുകൾ ചെയ്യാൻ താനും അർഹനാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ വൈകാതെ തന്നെ കാശില്ലാതെ കൂട്ടുകാരുടെ കൂടെയുള്ള ജീവിതം തുടർന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കെത്തി. അങ്ങനെ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി. ഒരു കമ്പനിയിൽ ഡാറ്റ പ്രോസസ്സിംഗ് ആയിരുന്നു ജോലി. അതുമൂലം താമസിക്കാൻ സ്വന്തമായി ഒരു സ്ഥലവും. ആ ചെറിയ മുറിയെക്കുറിച്ച് പീറ്റർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ആ മുറിയിൽ ഒരു ജനൽ മാത്രമേ ഉള്ളൂ. പക്ഷേ പൊക്കമില്ലായ്മ കൊണ്ട് അതിലൂടെ കാണുന്ന കാഴ്ചകൾ പോലും എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അവ കണ്ടിരുന്നത് എൻ്റെ പൂച്ച മാത്രമാണ്. എനിക്കുണ്ടായിരുന്നതും ആ ഒരു പൂച്ച മാത്രമാണ്. നീണ്ട 6 വർഷം ഓരോ ദിവസവും തനിക്ക് ഇഷ്ടമില്ലാത്ത ആ ജോലി പീറ്റർ ചെയ്തു. 23 വയസ്സുള്ള പയ്യൻ 29 വയസ്സുള്ളൊരു യുവാവായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. ജീവിതത്തിൽ കാര്യമായി ഒന്നും മാറിയില്ല, തൻ്റെ പ്രായമല്ലാതെ. അങ്ങനെ ഒരു ദിവസം പീറ്റർ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്ത് റോളായാലും കുഴപ്പമില്ല, ഇനി താൻ ചെയ്യുന്ന ജോലി അഭിനയം മാത്രമായിരിക്കും എന്ന് ഉറച്ച തീരുമാനത്തിലേക്കെത്തി. പീറ്ററിൻ്റെ തമാശകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ കമ്പനിയിൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ആ വാർത്ത അത്ര രസിച്ചില്ല. എങ്കിലും പീറ്റർ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വീണ്ടും അവസരങ്ങൾ തേടി യാത്ര. ഒടുവിലൊരു നാടകത്തിൽ അവസരം ലഭിച്ചു. പിന്നീട് അത് സിനിമയാക്കിയപ്പോൾ ആ സിനിമയിലും അവസരം ലഭിച്ചു. ആദ്യ ബ്രേക്ക് ത്രൂ കിട്ടിയത് 2003 ദി സ്റ്റേഷൻ ഏജന്റ് എന്ന സിനിമയിലൂടെയായിരുന്നു. ആ സിനിമ നിരൂപക പ്രശംസ നേടിയതോടൊപ്പം വിജയവുമായി. പിന്നീട് ചെറുതും വലുതുമായി കുറേ റോളുകൾ ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത് 2010 ശേഷമാണ്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന HBO ഫാൻറ്റസി സീരീസിൽ ഒരു സുപ്രധാന റോളായ ടിരിയൻ ലാനിസ്റ്റർ ആവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഈ സീരീസിന് വേണ്ടി ഏറ്റവും ആദ്യം കാസ്റ്റ് ചെയ്തതും പീറ്റർ ഡിംഗ്ലേജിനെ തന്നെയായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ എഴുത്തുകാരൻ ജോർജ് R.R. മാർട്ടിൻ ഒരിക്കൽ പറഞ്ഞത്, അന്ന് പീറ്റർ ആ റോൾ ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ ഏത് റോളും ചിലപ്പോൾ വേറെ ആരെങ്കിലും ചെയ്തേക്കും. പക്ഷേ ടിരിയൻ ലാനിസ്റ്ററിൻ്റെ റോൾ ചെയ്യാൻ പീറ്റർ ഡിംഗ്ലേജ് അല്ലാതെ വേറെ ആരുമില്ല. അത് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് പീറ്ററിൻ്റെ സമയമായിരുന്നു. ആദ്യ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ ശമ്പളം കൂടി. രണ്ടാമത്തെ സീസൺ മുതൽ ഓരോ എപ്പിസോഡിനും $1 മില്യൺ ആയിരുന്നു പീറ്ററിൻ്റെ ശമ്പളം. അതായത് ഒരു സീസണിന് $10 മില്യൺ. ടിരിയൻ ലാനിസ്റ്റർ എന്ന റോളിന് അദ്ദേഹത്തിന് 4 തവണ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള എമ്മി അവാർഡ്സ് ലഭിച്ചു. അതും ഒരു റെക്കോർഡായി മാറി. കൂടാതെ ഒരു ഗോൾഡൻ ഗ്ലോബും ലഭിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സീരീസിലെ ഏറ്റവും ആരാധകരുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച് പീറ്റർ ഡിംഗ്ലേജ് അങ്ങനെ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ കുറിയ മനുഷ്യനായി. സീരീസിലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പോലെ തന്നെ. എന്നാൽ ഗെയിം ഓഫ് ത്രോൺസ് കൊണ്ട് അവസാനിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ യാത്രയെന്ന് പിന്നീട് വന്ന സിനിമകൾ തെളിയിച്ചു. അവഞ്ചേഴ്സ്, ഇൻഫിനിറ്റി വാർ പോലെ ബ്രഹ്മാണ്ഡ സിനിമകളുടെയും അതേസമയം തൻ്റെ ശബ്ദവൈഭവം കൊണ്ട് ഒരു പിടി അനിമേഷൻ സിനിമകൾക്ക് ശബ്ദം നൽകി അവയുടെ ഭാഗമാവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 2005 എറീക്കെ വിവാഹം കഴിച്ച പീറ്ററിന് 2 മക്കളുണ്ട്. മകളോടൊപ്പമുള്ള ഫോട്ടോസ് ഇൻ്റർനെറ്റിൽ വൈറലായി. കരിയറിൽ മാത്രമല്ല കുടുംബജീവിതത്തിലും അദ്ദേഹം സന്തോഷം കണ്ടെത്തിയെന്ന് ആ ഫോട്ടോസ് പറയും. തൻ്റെ പഴയ കോളേജിലെ ഗ്രാജുവേഷൻ ഡേക്ക് അതിഥിയായി വന്ന അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന നിമിഷങ്ങളെ കാത്തിരിക്കരുത്. അങ്ങനെ ഒരു നിമിഷമില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് അത്തരം നിമിഷങ്ങളെ സൃഷ്ടിക്കുന്നത്. ഞാൻ 29 വയസ്സുവരെ കാത്തിരുന്നു. നിങ്ങൾ ഇനിയും കാത്തിരിക്കരുത്. ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ കുള്ളൻ്റെ കഥ മാത്രമല്ല, ഏറ്റവും സക്സസ്ഫുള്ളായ കുള്ളൻ്റെ കഥ കൂടിയാണ്.